അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, നമ്മളെല്ലാവരും സാധാരണ പ്രാർത്ഥിക്കാറുള്ള, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സാധാരണ നമ്മൾ ഈ പ്രാർത്ഥന നിർവഹിക്കാറുള്ളത് ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രമാണ്. ആരെങ്കിലും മരിച്ചു എന്ന് അറിഞ്ഞാൽ ഉടനെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനും അത്തരം മെസ്സേജുകൾ നമുക്ക് വാട്സപ്പിലും അതുപോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ ലഭിക്കുമ്പോൾ അതിലൂടെ എഴുതി അയക്കുവാനും നാം എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഹദീസുകൾ നമ്മൾക്ക് പരിശോധിക്കുമ്പോൾ ഈ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ചേർത്തുകൊണ്ട് കുറച്ചുകൂടി വചനങ്ങളും അധികരിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മരണവേളയിൽ മാത്രമല്ല, ഒരു സത്യവിശ്വാസിക്ക് എന്തെങ്കിലും നിലക്കുള്ള ബുദ്ധിമുട്ടുകൾ, മുസീബത്തുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, നാശം, നഷ്ടം തുടങ്ങിയ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോൾ ആ സന്ദർഭത്തിലെല്ലാം പ്രാർത്ഥിക്കുവാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മത്തുൻ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ അവർ, ആ ക്ഷമാശീലരായ സത്യവിശ്വാസികൾ പറയുന്നത്, ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്, അഥവാ ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്, ഞങ്ങളുടെ മടക്കവും അവനിലേക്ക് തന്നെയാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നായിരിക്കും അവർ പറയുക. അവർക്കാണ് തങ്ങളുടെ റബ്ബിൽ നിന്ന് അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുന്നത്. അവരത്രേ സന്മാർഗം, നേരായ മാർഗം പ്രാപിച്ചവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമുക്ക് മറ്റൊരു ഹദീസിലും കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു അടിമക്ക് ഒരു മുസീബത്ത്, അത് നാശമായിക്കോട്ടെ, നഷ്ടമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, മരണമായിക്കോട്ടെ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മുസീബത്ത് സംഭവിക്കുകയാണെങ്കിൽ അയാൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അർജുർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ ലീ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങുന്നവരുമാണ്. അല്ലാഹുമ്മ അർജുർനി ഫീ മുസീബതി, അള്ളാഹുവേ, എനിക്ക് ബാധിച്ചിട്ടുള്ള ഈ വിപത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ. വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അള്ളാഹുവേ, അതിന് പകരമായി ഉത്തമമായത് എനിക്ക് നീ നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അള്ളാഹു അവന് പകരം അതിലും ഉത്തമമായത് നൽകാതിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, നമുക്കെല്ലാവർക്കും അറിയാം, വളരെ മഹനീയമായ ചരിത്രമാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടേത്. അവരുടെ ഭർത്താവായ അബൂ സലമ വളരെ സ്നേഹത്തോടുകൂടി രണ്ടുപേരും കഴിഞ്ഞിരുന്നവരായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ വിധി എന്നോണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മു സലമയുടെ ഭർത്താവായ അബൂ സലമയെ ഈ ലോകത്തോട് വിട പറയുന്നുണ്ട്. അവർ മരിച്ചു പോയപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ചു പോയപ്പോൾ ഇപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തെക്കാളും ഉത്തമമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്ക് ഭർത്താവായി നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടതിൻ്റെ കൃത്യമായ റിസൾട്ട്, അതിൻ്റെ പൂർണ്ണമായ റിസൾട്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുകയാണ്. നമുക്കും ഇത്തരത്തിൽ എന്തെങ്കിലും മുസീബത്തുകളോ പ്രയാസങ്ങളോ വരുമ്പോൾ അതൊരു മരണത്തിൻ്റെ വേളയിൽ മാത്രം ചൊല്ലാതെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ വ്യത്യസ്ത മേഖലകളിൽ നമ്മൾ ഈ പ്രാർത്ഥനകൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.